ഒരു സ്ത്രീ പരാതിയുമായി സമീപിച്ചാൽ അവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പോലീസുകാർ. എന്നാൽ ഇവിടെ വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. റിസോർട്ട് മാനേജർ അപമര്യാദയായി പെരുമാറിയ കേസിൽ പരാതിയുമായി ഇടുക്കി തങ്കമണി പോലീസ് സ്റ്റേഷനിലെത്തിയ വീട്ടമ്മയ്ക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പരാതി പിൻവലിക്കാൻ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തിയതായും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയതായും വിധവയായ വീട്ടമ്മ പറയുന്നു. കാൽവരിമൗണ്ട് സ്വദേശിനി രഞ്ജിനിയാണ് കട്ടപ്പന ഡിവൈഎസ്പിക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. കാമാക്ഷി കാൽവരി മൗണ്ട് കല്ലംബ്ലാക്കൽ രഞ്ജിനിയാണ് കട്ടപ്പന ഡിവൈഎസ്പിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. കാൽവരി മൗണ്ടിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് മാനേജർ അപമര്യാദയായി പെരുമാറിയ വിഷയത്തിൽ തങ്കമണി പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി ആവശ്യപ്പെട്ടതായാണ് ആരോപണം. ഓഫീസിൽ വെച്ച് പരാതിയിലെ എതിർകക്ഷിയായ മാനേജറുടെയും റിസോർട്ട് ഉടമയുടെയും സാന്നിധ്യത്തിൽ കേസ് പിൻവലിക്കാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് രഞ്ജിനി പറയുന്നത്. തങ്കമണി സ്റ്റേഷനിൽ താൻ കൊടുത്ത പരാതി അന്വേഷിക്കാതെ വന്നതോടെയാണ് വീട്ടമ്മ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിൽ പരാതി നൽകിയത്. തുടർന്ന് രാത്രി 7-ന് ശേഷം ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തുകയും 8 മണിവരെ സ്റ്റേഷനിൽ നിർത്തിയതായും ഇവർ പറയുന്നു. പരാതി വ്യാജമാണെന്നും പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി പരാതിയില്ലെന്ന് ഡിവൈഎസ്പി എഴുതി വാങ്ങിയെന്നും രഞ്ജിനി ആരോപിച്ചു. തങ്കമണി സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു, സി ഐ അടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് യാതൊരു നടപടി ഉണ്ടായില്ല. അന്നേരം ഞാൻ കട്ടപ്പന SP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നു. അന്നേരം എന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങളെല്ലാവരും പള്ളിയിൽ പോകുന്നവരല്ലേ, അയലങ്കാരല്ലേ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധമായിട്ട് കേസ് പിൻവലിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് സൈൻ ചെയ്യിക്കുകയും ചെയ്തു. 18 വയസ്സുള്ള മകളുടെ മുൻപിൽ വെച്ചാണ് റിസോർട്ടുകാർ തന്നോട് അപമര്യാദയായി പെരുമാറിയത്. ഇത് അയൽവാസികൾ നേരിട്ട് കണ്ടതായും രഞ്ജിനി പറഞ്ഞു. ആരോപണ വിധേയനായ റിസോർട്ട് ഉടമയുടെ സ്ഥലത്തിനോട് ചേർന്നാണ് രഞ്ജിനിക്ക് ആകെയുള്ള 20 സെന്റ് സ്ഥലം. ഈ സ്ഥലം റിസോർട്ട് ഉടമയ്ക്ക് വേണമെന്ന നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും രഞ്ജിനി പറയുന്നു. വസ്തു ഞങ്ങളുടെ അതുകൊണ്ട് കയ്യേറിയൊക്കെ ചെയ്തേക്കാണ് അവർ. അപ്പം ഇതിൽ അവർ ടോമിച്ചേട്ടൻ്റെ വഴിക്കൂടെ സാധനങ്ങൾ കൊണ്ടുപോകാനോ വീട് പണിയാനോ ആ ടോമിച്ചേട്ടൻ സമ്മതിക്കുന്നില്ല. അതിനകത്ത് ഇതും കാരണമാണ്. അപ്പം അവർക്കിപ്പോൾ സ്ഥലം വേണമെന്നുള്ള രീതിക്കാണ് അവർ ഞങ്ങൾ കയ്യേറി എടുത്തേക്കുകയും ചെയ്തേക്കുകയാണ് സ്ഥലം. വാസയോഗ്യമായ വീടില്ലാത്ത തനിക്ക് കാൽവരി മൗണ്ട് പള്ളിയിൽ നിന്നും വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് നിർമ്മാണ സാധനങ്ങൾ ഇറക്കുമ്പോൾ റിസോർട്ടുകാർ തടഞ്ഞു. തുടർന്ന് കാൽവരി മൗണ്ട് വിൻസെന്റ് ഡീപോൾ പ്രവർത്തകർ മടങ്ങിപ്പോവുകയായിരുന്നു. ഹൃദയ സംബന്ധമായ രോഗമുള്ള തനിക്ക് നീതി ലഭിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും രഞ്ജിനി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി.